ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ചെമ്മീനും, അതായത് ഞങ്ങൾ തിരുവനന്തപുരത്ത് കൊഞ്ചെന്നാണ് പറയണത്, കൊഞ്ചും പരിപ്പും കൂടെ ചേർത്തിട്ട് ഒരു പരിപ്പ് വടയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കൊഞ്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ടിട്ട് വേണം നിങ്ങൾ കൊഞ്ച് എടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്കതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒത്തിരി കുക്കിംഗ് ടൈമൊന്നും ആവില്ല, ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് വടപ്പരിപ്പൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2 മണിക്കൂർ. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ സാദാ ജീരകം, ഒരു 4 വറ്റൽമുളക്, 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3 കുഞ്ഞുള്ളി, പിന്നെ ഒരല്പം കറിവേപ്പിലയും ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല തരിതരിപ്പോട് കൂടി വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഞാൻ നല്ല തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പ്രോൺസ് എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നുറുക്കിയതും, ആവശ്യാനുസരണം ഉപ്പും. നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിച്ചോളാം, കാരണം നമ്മൾ ഫ്രൈ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ഞാൻ നന്നായിട്ടൊന്ന് ഞെരടിയാണ് ചേർത്ത് കൊടുക്കുന്നപ്പോഴത്തേക്ക് നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതുള്ള ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതാ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പരിപ്പ് വട ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ്. പക്ഷേ ഇതിലോട്ട് നമ്മൾ കുറച്ച് അതായത് നമ്മൾ ചെമ്മീൻ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ജീരകവും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിലോട്ട് ഇതൊന്ന് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല കളർ നല്ല ചേഞ്ച് ആയി നല്ല ബ്രൗൺ നിറം ആവുന്നവരത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. കാരണം ഈ ഒരു ചെമ്മീനിൻ്റെ ടേസ്റ്റ് എല്ലാം നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഒരു മീഡിയം റേഞ്ചിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നല്ല രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ സംഭവം എല്ലാം ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഞാനതിനെ ഇതിലോട്ട് മാറ്റുകയാണേ. നിങ്ങൾക്ക് സോസോ അല്ലെങ്കിൽ ചട്നിയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളിയായിരുന്നു. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരെണ്ണത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ബൈ.